ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസിന് കോമ്പിനേഷൻ ആയിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു റെഡ് കളർ ചിക്കൻ കറി. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അല്പം എരിവും അല്പം മധുരവുമുള്ള ഒരു നല്ല ചിക്കൻ കറി. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ, നല്ല കട്ടിയിൽ കനത്തിൽ മുറിച്ചത്, ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയത്. 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, 4 തക്കാളിപ്പഴം, 5-6 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് തക്കാളി സോസ്, 20 നട്ട്സ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇത് നമ്മൾ ഫ്രൈ ആക്കുന്ന അതുപോലെ ഫ്രൈ ആക്കുകയും വേണ്ട, അത്രയും മസാല ചേർക്കുകയും വേണ്ട. ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് സവാള നമുക്ക് മാറ്റി വെക്കണം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തോടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നട്ട്സും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാള ഏകദേശം വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെയൊക്കെ ഭാഗം കുറച്ച് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇടുന്നത്. മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇപ്പം പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 തക്കാളിപ്പഴം ചേർക്കാം. തീ അല്പം കൂട്ടി കൊടുക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് ശരിക്ക് വാടുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിപ്പഴം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതെല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇത് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട. ഒരു നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അതുപോലെ ഫ്രൈ ആവുകയും വേണ്ട. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. എണ്ണ നല്ലവണ്ണം ചൂടായി. നമ്മൾ 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം.
ഇതിപ്പോൾ നമ്മൾ മുഴുവൻ ചിക്കനും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് വേകാനായിട്ട് അല്പസമയം പിടിക്കും. ഇതൊരു എണ്ണ നല്ലവണ്ണം തിളച്ച് കയറി ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിവ് കയറിപ്പോവും, എണ്ണ ഒത്തിരി കരിഞ്ഞു കയറും. നമുക്കിനി ചിക്കൻ ഒന്ന് നോക്കാം, മറിച്ചിടാറായോ നോക്കാം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിച്ചും മറിച്ച് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വഴറ്റി കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ജാറിലേക്ക് മാറ്റാം. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പൊന്ന് നോക്കാം. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് നോക്കാം. ഇതിന് കുറച്ചും കൂടെ വേവുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ വേഗം ഇരിക്കുന്ന ആ സമയത്ത് മറ്റൊരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. ഒരു ടീസ്പൂൺ എണ്ണ കൂടുതലില്ല. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള ചേർക്കാം. പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ ഈ സവാള വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് തീ അല്പം കൂട്ടി വെച്ച് ഈ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ വഴറ്റിയിട്ടാണ് അരച്ചതെങ്കിലും അരപ്പൊന്ന് വഴറ്റണം. വഴന്ന ഈ അരപ്പിന്റെ അകത്തുള്ള ഈ വെള്ളമായി ഒന്ന് വറ്റി കിട്ടണം. ഇതിന്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിന്റെ വെള്ളം വറ്റുമ്പോഴാണ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നത്. സൈഡിൽ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും ഇതുപോലെ. ഏകദേശം ഒരു 5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ചേർക്കാം. ചിക്കനകത്തുള്ള ആ എണ്ണ ഒഴിക്കണ്ട, ചിക്കൻ മാത്രം പെറുക്കിയിട്ടാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി എണ്ണയായി പോവും. നന്നായിട്ട് അരപ്പുമായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജാറ് അല്പം അരപ്പുണ്ടായിരുന്നല്ലോ, അത് കഴുകിയുള്ള വെള്ളം ആദ്യം ഒഴിക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ 3/4 വേവ് കഴിഞ്ഞതാണ്. ഇനി ബാക്കിയുള്ളവ കുറച്ച് വേവേ ചിക്കനുള്ളത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്ക് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വറുത്തതാണ്. ആദ്യമേ സവാള വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട്, ചാറും കുറുകിയിട്ടുണ്ട്. ഇനി ഈ ചാറ് ഇരിക്കും തോറും അല്പം കൂടെ കുറുകി വരും. ഇനി നമുക്കതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
ഇനി ഇതിൻ്റെ അകത്തോട്ട് തക്കാളി സോസ് ചേർക്കാം. ഇത് എരിവും മധുരവും ഒക്കെ ഉള്ളൊരു കറിയാണ്, അല്പം മധുരിപ്പും ഉള്ളൊരു കറിയാണിത്. കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസിന് കൂടെ കഴിക്കാനുള്ള തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി റെഡിയായി. ഞാൻ ഇതിൻ്റെ അകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ അല്പം കൂടെ ചുവപ്പ് കളർ വേണമെങ്കിൽ അല്പം റെഡ് കളറും കൂടെ ചേർക്കണം. ഞാനിത് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.